റിയൽമി എക്സ് ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 16,999 രൂപ എന്ന പ്രൈസിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് വളരെ നല്ല ഫീച്ചേഴ്സ് ആണ് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി എക്സ് എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. റിയൽമി എക്സിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.53 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് പോപ്പ് സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഏകദേശം 91.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പോപ്പ് സെൽഫി ക്യാമറ പെട്ടെന്ന് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സഫയർ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോപ്പ് സെൽഫി ക്യാമറ പൊന്തി നിൽക്കുന്ന ടൈമിൽ നമ്മളെ കയ്യിൽ നിന്ന് ഫോൺ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു വീച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് പോപ്പ് സെൽഫി ക്യാമറ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഇതിന്റെ ബാക്ക് കവർ വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് കവറിന് നമുക്ക് ഒരു എസ് ഷേപ്ഡ് റിഫ്ലക്ഷൻ ഒക്കെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനുമായിട്ട് തന്നെയാണ് റിയൽമി എക്സ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സർ നമ്മൾ മുമ്പ് റിയൽമി 3 Pro എന്ന ഫോണിൽ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ നമുക്ക് 4GB RAM ആണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് വെർഷൻസിലും നമുക്ക് 128GB ഇന്റേണൽ ആണ് ലഭിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫോൺ അധികം ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കോപ്പർ ഫോയില്, ഗ്രാഫൈറ്റ് ഷീറ്റ്, അലൂമിനിയം അലോയ് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി ടെമ്പറേച്ചർ 15.2% വരെ കുറയും എന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഈ ഫോണിൽ ഗെയിമിംഗ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈപ്പർ ബൂസ്റ്റ് 2.0 ഉപയോഗിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള കളർ OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 48 മെഗാപിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സോണിയുടെ IMX586 എന്നുള്ള സെൻസറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 5 മെഗാപിക്സലിന്റെ ഒരു സെക്കൻഡറി സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് ക്യാമറയിൽ പിക്സൽ ബെൻഡിങ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറാണ് ലഭിക്കുന്നത്. സോണിയുടെ IMX471 എന്നുള്ള സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലും നമുക്ക് പിക്സൽ ബെൻഡിങ് ടെക്നോളജി ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നൈറ്റ് സ്കേപ്പ് അതുപോലെ ക്രോമ ബൂസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 3765 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷന്റെ വില വരുന്നത് 19,999 രൂപയും. ജൂലൈ 24 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അത്ര ദിവസം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ 18-ാം തീയതി ഹെയ്റ്റ് ടു വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സെയിലിൽ നിങ്ങൾക്ക് SBI കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്പൈഡർമാൻ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. ഈ ഫോണിൽ 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു ഫോണിന്റെ വില വരുന്നത് 20,999 രൂപയാണ്. 17,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് റിയൽമി എക്സ് വരുന്നത്. പോപ്പ് സെൽഫി ക്യാമറ, അമോലെഡ് ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസർ, പിന്നെ സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള നല്ലൊരു പ്രോസസ്സർ, 48 മെഗാപിക്സലിന്റെ റിയർ ക്യാമറ, പിന്നെ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് റെഡ്മിയുടെ K20 എന്നുള്ള ഫോണാണ്. ആ ഒരു ഫോൺ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഈ ഒരു ഫോണിന്.